രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കണ്ടെത്താൻ പാലക്കാട് പോലീസ് പരിശോധന. നഗരത്തിലെ വിവിധയിടങ്ങളിലെ CCTV-കളാണ് പോലീസ് പരിശോധിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് കണ്ണാടിയിൽ നിന്ന് പോയത് മുതലുള്ള ദൃശ്യങ്ങളാണ് പരിശോധിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് CCTV-കൾ പരിശോധിക്കുന്നത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ, രാഹുൽ എവിടെ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. കേരളത്തിനകത്തുണ്ടോ അതല്ല പുറത്താണോ എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. എവിടെയൊക്കെയാണ് രാഹുലിന് വേണ്ടിയുള്ള പരിശോധന? അമൃത, ഈ SIT സംഘത്തിന്റെ വിവിധ രീതിയിലുള്ള പരിശോധനകളാണ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതിനാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതിക്കാരിയായ യുവതി വന്ന ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുക എന്നുള്ളതിന് ഊന്നൽ നൽകുന്നത്. എന്നാൽ ഈ 3 മാസത്തിൽ കൂടുതൽ ഈ മെമ്മറി സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന ഒരു സംവിധാനം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നിലവിൽ SIT സംഘത്തിന് ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അത് ഈ തിരിച്ചെടുക്കാൻ കഴിയുന്ന സാങ്കേതിക സംവിധാനങ്ങളുണ്ട്. അതിന് പക്ഷേ സമയം വേണ്ടിവരും. അതുകൊണ്ട് തന്നെ ഈ സമീപത്തെ മറ്റെവിടെയെങ്കിലും കൂടുതൽ മെമ്മറി ഉള്ള CCTV ദൃശ്യങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ രാഹുൽ പോയ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ വ്യാപകമായി പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഈ SIT സംഘം പാലക്കാട്ടെ പോലീസിന്റെ കൂടി സഹായം തേടിയിട്ടുണ്ട്. ഈ പാലക്കാട് ASP അവിടെ എത്തിയിരുന്നു. ASPയോട് ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെയും സഹായങ്ങൾ കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കണ്ണാടിയിൽ നിന്ന് ഈ ഫ്ളാറ്റിലേക്ക് MLA ഓഫീസിലേക്കും പോയ ശേഷമാണ് ഈ രാഹുൽ മറ്റെങ്ങോട്ടോ പോയത്. അത് ആ വഴിയിലുള്ള CCTV ദൃശ്യങ്ങൾ പരമാവധി ശേഖരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതും ഇതിന്റെ ഭാഗമായി തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായി നടക്കും. അതോടൊപ്പം ഈ നാളെയും ഫ്ളാറ്റിലുള്ള പരിശോധനകൾ തുടരും. ഇന്ന് MLAയുടെ 2 സ്റ്റാഫുകളുടെ മൊഴിയാണ് എടുത്തത്. ഇവരിൽ നിന്നും എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അവർക്ക് ഈ തങ്ങൾക്ക് അറിയില്ല എന്ന മറുപടിയാണ് അവർ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പരമാവധി തെളിവുകൾ ശേഖരിക്കുക. ഇത് ഒരു സാധാരണ വ്യക്തിയല്ല, ഒരു നിയമസഭാ അംഗമാണ്. അതുകൊണ്ട് തന്നെ ധൃതിപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് വളരെ പെട്ടെന്ന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് വലിയൊരു തിരിച്ചടി പോലീസിനും സർക്കാരിനും ഉണ്ടാകും. അതുകൊണ്ട് ഈ മുൻകൂർ ജാമ്യം ലഭിക്കാത്ത വിധം തെളിവുകൾ ശേഖരിച്ച് ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ SIT നൽകുന്നത്. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.